ദിവസം ഒരിക്കലും തീരല്ലേ എന്നും കടയിലെ തിരക്ക് ഒഴിയല്ലേ എന്നും 3 ദിവസം തന്നെ കാത്തിരുത്താൻ ഇടവരട്ടെ എന്നും അവൻ വെറുതെ മോഹിച്ചു. കുറെ കൂടി നേരം അവളോടൊപ്പം കഴിയാൻ അവസരം കിട്ടുമല്ലോ. പക്ഷേ അവസാനം കച്ചവടക്കാരൻ പ്രത്യക്ഷപ്പെട്ടു. 4 ആടുകളുടെ രോമമേ അയാൾക്കപ്പോൾ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അയാളുടെ കൺമുൻപിൽ വെച്ചുതന്നെ അവൻ അത് വെട്ടിക്കൊടുത്തു. മുറിച്ച രോമത്തിൻ്റെ വിലയും നൽകി. അവനെ യാത്ര അയക്കുന്നതിനിടയിൽ അടുത്ത വർഷം വീണ്ടും വരുവാൻ അയാൾ അവനോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഇതാ ഒരിക്കൽ കൂടി അവൻ ആ നാട്ടിൻ പുറത്തേക്ക് തിരിച്ചെത്തുന്നു. ഇനി 4 ദിവസത്തെ യാത്രയേയുള്ളൂ. അവന് നല്ല ഉത്സാഹം തോന്നി, ഒപ്പം നേരിയ ആശങ്കയും. ആ പെൺകുട്ടി ഇതിനിടെ തന്നെ മറന്നു പോയിട്ടുണ്ടെങ്കിലോ? ദിവസങ്ങൾ എത്ര കഴിഞ്ഞു? എത്രയെത്ര ആട്ടിടയന്മാർ ആ വഴി കടന്നു പോയിരിക്കും? അതൊന്നും കാര്യമാക്കാനില്ല. അവൻ തൻ്റെ ആട്ടിൻപറ്റത്തോട് പറഞ്ഞു. വേറെ എത്ര നാടുകളിൽ വേറെ എത്ര പെൺകുട്ടികളെ എനിക്ക് അറിയാം. എന്നാൽ അത് കാര്യമാക്കാനുള്ളത് തന്നെയെന്ന് അവൻ്റെ ഹൃദയം പറഞ്ഞു. കപ്പലോട്ടക്കാരെയും സഞ്ചാരികളായ വർത്തകന്മാരെയും പോലെ ആട്ടിടയന്മാർക്കും തങ്ങളുടെ അലഞ്ഞു തിരിഞ്ഞുള്ള ജീവിത സുഖങ്ങൾ മറക്കാൻ സഹായിക്കുന്ന ആരെങ്കിലുമുള്ള ഒരു പട്ടണം കണ്ടെത്താൻ കഴിയുമെന്നും അവൻ അറിയാമായിരുന്നു. നേരം പുലർന്നു. അവൻ തൻ്റെ ആട്ടിൻപറ്റത്തെ സൂര്യന് നേർക്ക് ആട്ടിത്തെളിച്ചു. ഇവറ്റയ്ക്ക് എന്ത് സുഖമാണ്, അവൻ ഓർത്തു. ഒന്നും അറിയേണ്ട, ഒരു തീരുമാനവും എടുക്കേണ്ട, വെറുതെ അങ്ങ് നടന്നാൽ മതി. അതുകൊണ്ട് തന്നെയാകാം അവ തന്നെ വിടാതെ കൂടിയിരിക്കുന്നത്. വയറു നിറയെ പുല്ലും വെള്ളവും കിട്ടണമെന്നല്ലാതെ അവയ്ക്കുണ്ടോ മറ്റു വല്ല ചിന്തകളും? അത് രണ്ടും കിട്ടുന്നിടത്തേക്ക് താൻ അവയെ എത്തിക്കുന്നുമുണ്ട്. ശരിയാണ്, ആൻഡലൂസിയയിലെ ഏറ്റവും നല്ല പുൽമേടുകൾ എവിടെയാണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. ഈ ആടുകളുടെ ജീവിതം. അവൻ്റെ ചിന്തകൾ തുടർന്നു. ഒരു മാറ്റവുമില്ല, പുതുമയുമില്ല, എന്നും ഒരുപോലെ. ഉദയത്തിനും അസ്തമയത്തിനും ഇടയ്ക്ക് നീണ്ടുകിടക്കുന്ന കുറേ മണിക്കൂറുകൾ. അവയ്ക്കുണ്ടോ വല്ല പഠിപ്പും അറിവും? താൻ കണ്ട നഗര ദൃശ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവ വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? അല്ലെങ്കിലും അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവയ്ക്കുണ്ടോ വല്ല പ്രയോജനവും? അവയ്ക്ക് വേണ്ടത് വയറു നിറയ്ക്കാൻ പുല്ലും വെള്ളവും മാത്രം. അതിനു പകരമായി തരുന്ന ഒരു ചുമട് കമ്പിളി, ഇടയ്ക്ക് ചിലപ്പോൾ ഒന്നാന്തരം മാംസം, പിന്നെ തന്നെപ്പോലുള്ളവർക്ക് അവയുടെ കറകളഞ്ഞ ചങ്ങാത്തം. ഇവ തന്നെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നുവല്ലോ. അവൻ്റെ ആലോചനകൾ പിന്നെയും നീണ്ടുപോയി. സ്വന്തം ഉൾപ്രേരണകൾ കൂടി അവ ഗൗനിക്കാതെയായിരിക്കുന്നു.